ഒരിക്കൽ ഇപ്രകാരമുള്ള ഭയാനകമായ പീഡകളാൽ ഞെരുങ്ങിയപ്പോൾ ചാപ്പലിൽ പോയി ഞാൻ ഹൃദയം മുറുകി പ്രാർത്ഥിച്ചു. ഓ ഈശോയെ, അങ്ങേക്കിഷ്ടമുള്ളത് എന്നോട് ചെയ്തുകൊള്ളുക. എല്ലാറ്റിനും ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞാൻ പുകഴ്ത്തും. ഈ സമർപ്പണം മൂലം ഭയങ്കരമായ പീഡകൾ എന്നെ വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ ഈശോയെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്റെ ഹൃദയത്തിലുണ്ട്. അഗ്രാഹ്യമായ ഒരു ആനന്ദം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. ദൈവസ്നേഹത്തിൻ്റെ ആധിക്യത്താൽ എൻ്റെ ഹൃദയം ജ്വലിച്ചു. നമ്മുടെ ശക്തിക്ക് അതീതമായി ദൈവം ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ, ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. ദൈവം ഒരാത്മാവിന് ഇപ്രകാരമുള്ള വലിയ സഹനങ്ങൾ അയക്കുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള വലിയ കൃപകളും അവിടുന്ന് നൽകുന്നു. നാം അത് മനസ്സിലാക്കുന്നില്ലെന്നേയുള്ളൂ. ആ സമയങ്ങളിൽ ചെയ്യുന്ന ഒരു ശരണത്തിന്റെ പ്രവൃത്തി വഴി ദൈവത്തിന് വലിയ മഹത്വം ലഭിക്കുന്നു. സമാശ്വാസത്തോടെ പ്രാർത്ഥനകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിനേക്കാളും ഫലദായകമാണിത്. ദൈവം ഒരാത്മാവിനെ അന്ധകാരത്തിൽ സൂക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും കുമ്പസാരക്കാരനോ ആ ആത്മാവിനെ പ്രകാശത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കുകയില്ല. ഓ മറിയമേ, എൻ്റെ അമ്മേ, എൻ്റെ നാഥേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ജീവിതത്തെയും എൻ്റെ മരണത്തെയും മരണാനന്തര അവസ്ഥകളെയും ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. എല്ലാം നിന്റെ കരങ്ങളിൽ അർപ്പിക്കുന്നു. ഓ എൻ്റെ അമ്മേ, അങ്ങേ പരിശുദ്ധമായ മേലങ്കിയാൽ എൻ്റെ ആത്മാവിനെ പൊതിയണമേ. എൻ്റെ ഹൃദയവും ആത്മാവും ശരീരവും വിശുദ്ധിയാൽ നിറയ്ക്കണമേ. ശത്രുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് വിശുദ്ധിയുടെ മുഖംമൂടി ധരിച്ച അസൂയാലുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ഓ മനോജ്ഞമായ ലില്ലി പുഷ്പമേ, അങ്ങ് എനിക്കൊരു ദർപ്പണമാണ്. ഓ എൻ്റെ അമ്മേ,